തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ സ്വകാര്യ ബസ്സിൽ നിന്നും മതിയായ രേഖകളില്ലാതെ കൈവശം വച്ചിരുന്ന 17.5 ലക്ഷം രൂപ എക്സൈസ് സംഘം പിടികൂടി. മംഗലൂരിൽ നിന്നും കഴക്കൂട്ടം ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബസ്സിൽ നിന്നാണ് പണം പിടിച്ചെടുത്തത്. കർണാടക സ്വദേശി നാരായണസ്വാമി എക്സൈസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇലക്ഷൻ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായിട്ടാണ് ഈ പരിശോധന. അരുൺ സോളമൻ വിവരങ്ങളുമായി. അരുൺ, ഇപ്പോൾ 17 ലക്ഷത്തോളം രൂപ ബസ്സിൽ കൊണ്ടുപോകുകയായിരുന്നു. ഇയാളിൽ നിന്നും പണം പിടിച്ചെടുത്തിരിക്കുന്നു. ഈ പിടിയിലായ ആൾ ആരാണ്, എന്താണ് അറിയാനാകുന്നത്? സ്മൃതി, ഇന്ന് രാവിലെ 10 മണിയോടുകൂടിയാണ് നെയ്യാറ്റിൻകര അമരവിള ചെക്ക് പോസ്റ്റിൽ നിന്നാണ് ഇപ്പോൾ ഈ ഇതര സംസ്ഥാന തൊഴിലാളിയിൽ നിന്നും ഇത്തരത്തിൽ ഇപ്പോൾ ഈ പണം കണ്ടെത്തിയിരിക്കുന്നത്. 17 ലക്ഷം രൂപയാണ് നിലവിൽ ഇപ്പോൾ എക്സൈസ് സംഘത്തെ പിടിച്ചെടുത്തിരിക്കുന്നത്. നാരായണ സ്വാമി എന്ന് പറയുന്നത് കർണാടക സ്വദേശിയാണ്. ഇദ്ദേഹത്തിന് കേരളവുമായി മറ്റെന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളത് നിലവിൽ അന്വേഷിച്ചു വരികയാണ്. ഈ ഇലക്ഷൻ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി അമരവിളയിൽ നടന്ന പരിശോധനയിലാണ് ഈ 17 ലക്ഷം രൂപ കണ്ടെത്തിയത്. ഇതിന് മതിയായ രേഖകൾ ഇദ്ദേഹത്തിന്റെ പക്കൽ നിന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ എക്സൈസ് സംഘം പറയുന്നത്. നിലവിൽ ഈ പണം ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർക്ക് കൈമാറും. നിലവിൽ ചോദ്യം ചെയ്തു വരുന്ന പ്രതിയെയും ഇൻകം ടാക്സിന് ഉദ്യോഗസ്ഥർക്ക് നിലവിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കൈമാറുമെന്നാണ് നിലവിൽ അറിയാൻ സാധിച്ചിരിക്കുന്നത്. നിലവിൽ നേരത്തെ തന്നെ ഈ കർണാടക അതുപോലെ തന്നെ തെലങ്കാന സംസ്ഥാനങ്ങളിൽ നിന്ന് UDF വേണ്ടിയിട്ട് സംസ്ഥാനത്ത് പണം ഒഴുകുന്നു എന്നുള്ള ഒരു ആരോപണം CPM-ന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് ആ തലത്തിൽ ബന്ധം എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് നിലവിൽ ഉദ്യോഗസ്ഥർ അന്വേഷിച്ചു വരുന്നത്. എന്തായാലും ഈ കണ്ടെത്തിയ ഈ പണത്തിന് ഒരു രേഖകളും ഈ നാരായണ സ്വാമി എന്ന് പറയുന്ന 29 വയസ്സുകാരന്റെ പക്കൽ ഇല്ല എന്നുള്ളതാണ് ഏറെ വസ്തുതാപരമായിട്ടുള്ള ഒരു കാര്യം. വിവരങ്ങൾ നൽകിയത്.